ഹായ് കൂട്ടുകാരെ, നമ്മുടെ പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്നറിയാവോ? ഇന്നത്തെ ടോപ്പിക്ക്. അതിനു മുമ്പ് ടോപ്പിക്ക് പറയുന്ന മുമ്പ് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഇത് ലൈക്ക് ഒന്ന് ചെയ്തേക്കണം. ഇത് ഇങ്ങനെ ഫാമിങ്ങുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് സഹായിക്കണം. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് പറയാവേ. ഈ പശു വളർത്തൊക്കെ ലാഭകരമാണോ? ഇതുകൊണ്ട് ഇക്കാലത്ത് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണോ? അപ്പോ ഇതൊക്കെ ഒരുപാട് പേർക്ക് ചോദ്യം കാണും. ഇതൊക്കെ ചെയ്താൽ നമ്മൾ സക്സസ് ആവുമോ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുമോ, ഇതുകൊണ്ട് നമുക്ക് ഉപജീവന മാർഗമാണോ ഇത് നമ്മുടെ? അപ്പോ ഇതിനൊക്കെ ഒരു നമ്മുടെ ഒരു ഇതുവരെ നടത്തിയ ഒരു പരിചയ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു വിവരണം തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വർഷത്തിൽ 365 ദിവസം നമുക്ക് മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഡയറി ഫാമിംഗ്. അതിലൊരു സംശയവും ആർക്കും വേണ്ട. 365 ദിവസവും നമ്മുടെ പശുക്കൾ നമുക്ക് വേണ്ടി പാല് ചുരത്തുമെന്ന് ഉറപ്പാണ്. 305 ദിവസവും നമുക്ക് ജോലിയുണ്ട്. അതിന് എങ്ങനെയെന്ന് അറിയണ്ടേ? ഈ ജോലിയിൽ നിന്ന് എങ്ങനെ വരുമാനം അറിയണ്ടേ? അതിന് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ 15 പശുക്കളുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ നമുക്കൊരു വരുമാനമാണ്. മാസം 2 ലക്ഷം രൂപ വരെ നമുക്കൊരു വരുമാനമാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇപ്പം 15 പശുക്കളുള്ള ഒരു ഫാമില് നമുക്ക് ആവറേജ്, അതായത് ശരാശരി 15 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളെ വെച്ച് നമുക്ക് നോക്കാം. ഈ 15 ലിറ്റർ എന്ന് പറയുന്നത് ചിലപ്പോ ഇപ്പം ഇളംകുട്ടി പശുക്കളാണെങ്കിൽ അതിന് ഏകദേശം 20 ലിറ്റർ പാല് കൂടുതലുള്ളത് കാണും, 25 ലിറ്റർ പാലുള്ളത് കാണും. അതേസമയം ചെന പശുക്കൾ കാണും, ഇടക്കറവ പശുക്കൾ കാണും, വേറെ നമ്മൾ ചെന പശുക്കൾ കാണും. അപ്പോൾ ഓരോ 10 ലിറ്ററിലും താഴ്ന്ന് പാല് കിട്ടുന്ന പശുക്കൾ കാണും. അപ്പോഴും ഏകദേശം നമുക്ക് ആവറേജ് 15 ലിറ്റർ തന്നെ കണക്കാക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു ദിവസം ഇതിന്റെ ഒരു പശുവിന്റെ നമുക്ക് ലാഭം 500 രൂപയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ 500 രൂപ കിട്ടുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് 750 രൂപയാണ് ഒരു പശുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ 250 രൂപ ബാക്കി ചെലവാണ്. ഇതിന്റെ ഫുഡും വേറെ ഫുഡും നമ്മളിപ്പോ കറവ മെഷീനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറവയുടെ കൂലിയും ആ കറവ മെഷീന്റെ കറണ്ടിന്റെ ചെലവും എല്ലാം കൂടെ 250 രൂപ നമുക്ക് 750 നിന്ന് ബാലൻസ് നീക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 500 രൂപ കയ്യിൽ കിട്ടും. അതായത് ഇപ്പോഴത്തെ പാലിന്റെ വില അനുസരിച്ചാണ് ഈ 500 രൂപ എന്ന് പറയുന്നത്. വരും കാലങ്ങളിൽ പാലിന്റെ വില എന്തായാലും വർദ്ധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുക, ഒരിക്കലും കുറയില്ല, നമുക്ക് വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുക. അപ്പം തന്നെ നമുക്ക് ഇൻകവും കൂടുതലായിരിക്കും. ഇങ്ങനെ 500 രൂപ വച്ച് ഒരു മാസം 2 ലക്ഷം രൂപ നമുക്ക് വരുമാനം നേടാം. അങ്ങനെ 15 പശുക്കളിൽ നിന്ന്. അങ്ങനെ 15 പശുക്കൾക്ക് നമുക്കിപ്പോൾ 500 രൂപ വച്ച് 7500 രൂപ ഒരു ദിവസം കിട്ടും. അങ്ങനെ മന്ത്ലി ഇൻകം 2 ലക്ഷമാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ 15 പശുക്കളുടെ ഫാമും 2 ലക്ഷം രൂപ വരുമാനമൊക്കെ ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മുടെ 2 ലക്ഷം ഈ 15 പശു എന്ന ടാർഗറ്റിലേക്ക് പോകരുത്. ആദ്യം ഒരു പശുവിനെ തന്നെ വളർത്തി നോക്കണം. അതായത് എങ്ങനെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് വളരാൻ കണക്കുള്ള HF ബ്രീഡൊന്നും വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന പശുക്കളെ തന്നെ വാങ്ങി വളർത്തുക. ഇതിന് കാരണമെന്ന് വെച്ചാൽ ഒരു ഫാം ആവുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ ആദ്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാരണം ഈ 15 പശുക്കളെയൊക്കെ കൊണ്ട് നിർത്തി ആദ്യം ഒരു ഫാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പശുക്കൾക്ക് വരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. എന്തൊക്കെ അസുഖങ്ങൾ ഇതിന് വന്നു മാറുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റൂല. കറവയെക്കുറിച്ച് മനസ്സിലാക്കണം, ആഹാര രീതിയെക്കുറിച്ച് മനസ്സിലാക്കണം, എങ്ങനെ ഫുഡ് കൊടുക്കാമെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ഈ വയറിനൊക്കെ അസുഖങ്ങൾ, ഗ്യാസിന്റെ അസുഖങ്ങൾ, വയറ്റിപ്പരിക്കുമ്പോഴത്തെ അസുഖങ്ങളൊക്കെ പശുക്കൾക്ക് വരും. അപ്പോൾ നമ്മൾ 15 പശുക്കളെയും ഒരുമിച്ച് കൊണ്ട് ഫാമിലിക്കായിട്ട് നമുക്ക് ഇതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. ഈ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ പശു അറിയാം, എല്ലാം അറിയാന്നുള്ളതാണെങ്കിൽ നോ പ്രോബ്ലം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു പശുവിൽ നിന്ന് തുടങ്ങണം. ഒരു പശുവിൽ നിന്ന് തുടങ്ങുന്ന മാത്രമല്ല, ആ ഒരു പശുവിൽ നിന്ന് എന്ത് വരുമാനമാണോ ലഭിക്കുന്നത് അത് മാറ്റിവെച്ച് തന്നെ ബാക്കി പശുക്കളെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് നമ്മൾ സ്വന്തമായി ചെയ്യാൻ തന്നെ ശ്രമിക്കണം. സ്വന്തമായി ചെയ്യുമ്പോഴാണ് ഈ 2 ലക്ഷം വരുമാനം എന്ന ടാർഗറ്റിൽ നമുക്ക് എത്താൻ കഴിയുന്നത്. സ്വന്തമായി, അത് വീട്ടിൽ നമുക്ക് ഉള്ളവർ വെച്ച്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പോഴാണ് ഞാനും അനിയനും ഒക്കെ ഈ ഇങ്ങനെ സഹായിക്കാനായിട്ടൊക്കെ ഇറങ്ങുന്നത്. പണ്ട് അമ്മയും പപ്പയും മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്.
എന്നുവെച്ചാൽ ഈ 15 പശുവിനെ അമ്മയും അപ്പയും മാത്രമാണ് ഫുള്ള് നോക്കിക്കൊണ്ടത്. രാവിലെ അവർ 3 മണിക്ക് എണീക്കുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും 2 മണിക്കുള്ള ഉച്ചയ്ക്കടുത്ത് 2 മണിക്കുള്ള കറവ് എല്ലാം പപ്പയും അമ്മയും കൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും അനിയനൊക്കെ വലുതാവും മുന്നേ. അതുകൊണ്ട് ഈ സ്വന്തമായി ചെയ്താൽ മാത്രമേ ഈ 2 ലക്ഷം രൂപ നമുക്ക് ലാഭമായിട്ടുള്ളൂ കേട്ടോ. അതാദ്യം എല്ലാവരും ഒന്ന് മൈൻഡിൽ കണക്കാക്കുക. സ്വന്തമായി ചെയ്യുക. പിന്നെ വേണ്ടത് സ്വന്തമായി പുൽകൃഷി, അതായത് സ്വന്തമായി സ്ഥലമില്ലെങ്കിൽ പോലും പാട്ടത്തിനെടുത്തായാലും നമ്മൾ പുൽകൃഷി ചെയ്യണം. അതായത് നമ്മളിപ്പോ ഫാം നമുക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, നമ്മൾ തുടങ്ങുമെന്ന് ഉറപ്പ് ഉള്ളവര് ആദ്യം പുൽകൃഷി ചെയ്യണം. പുൽകൃഷി ചെയ്ത് നമുക്കത് എന്താ പറയാ, അത് നമുക്ക് പാകമായി പശുവിനെടുക്കാൻ പാകമായെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മള് പശുക്കളെ കൊണ്ടുവരാവൂ. നമുക്കിവിടെ പുല്ല് വെട്ടാൻ പോകുന്നതും പപ്പയും അനിയനും കൂടെയൊക്കെയാണ് പുല്ല് വെട്ടാൻ കൊണ്ടുപോകുന്നത്. ഇനി ഈ പുല്ല് വെട്ടിക്കൊണ്ടുവരുന്ന പുല്ല് നമ്മൾ ഒരു വണ്ടി പുറത്തുനിന്ന് പോകുന്ന ദിവസത്തേക്ക് മാത്രം കൂലിക്ക് ഒരു വണ്ടി പുറത്തുനിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും സ്വന്തമായിട്ടൊരു വണ്ടി ഉള്ളത് ലാഭകരമായി നമുക്ക് തോന്നില്ല. കാരണം അതിന്റെ ടാക്സ്, ഇൻഷുറൻസ്, പിന്നെ ഇത്രയും ചുമടെടുക്കുന്ന വണ്ടിയാണ്, അതിന് തേയ്മാനങ്ങളും മറ്റുമെല്ലാം വരും. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ 3 ദിവസത്തെ ഒരിക്കലാണ് പുല്ല് വെട്ടാൻ പോകുന്നത്. അപ്പോഴ് അന്നത്തെ ദിവസത്തെ കൂലി കൊടുത്ത, അതായത് രാവിലെ ഇവിടെ നിന്ന് നമ്മളിപ്പോ ഒരു 6 മണിക്കൊക്കെ പോയെങ്കിലും 8-9 മണിയോടെ തിരിച്ചു വരും. അപ്പം ആ നേരത്തേക്കുള്ള കൂലി മാത്രം കൊടുത്താൽ മതി. അടുത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ചാണകം ഒരിക്കലും കുഴി കുത്തിയെന്ന് ഡംപ് ചെയ്തല്ലേ, കൂട്ടം കൂട്ടിയിടരുത്. അതൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ പിന്നെ ഒരുപാട് ചെളിയും വെള്ളമൊക്കെ കെട്ടി അത് പിന്നെ നമുക്ക് പാടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനു മുമ്പേ തന്നെ ഇങ്ങനെ ചാണകം ഒരുപാട് നമ്മൾ കുന്നുകൂട്ടി ഇടുവാണെങ്കിൽ ഒന്നാന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോകാൻ അടുത്തൊരു ദിവസം നല്ലൊരു മെനക്കേടാണ്. അതിന് ആളുകളെ നിർത്തി അവർക്ക് കൂലി കൊടുക്കേണ്ടി വരും ഈ ചാണകം കൊണ്ടുപോകുമ്പോൾ. അതുപോലെ എല്ലാ വണ്ടികളിലും ചാണകം കയറ്റണമെന്നില്ല. അതിന് വേണ്ടി ഒരു വണ്ടി നമ്മൾ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു ചാക്കിലാക്കി, നമുക്കിപ്പോ എന്തായാലും നമ്മൾ തീറ്റ മേടിക്കുമല്ലോ, KSന്റെ തീറ്റ, നമ്മൾ പശുവിന് കൊടുക്കുന്ന തീറ്റകൾ മേടിക്കുന്ന ചാക്കില് ഇതുപോലെ ചാണകം ഇതുപോലെ ചാക്കിലാക്കും. അപ്പോൾ നമ്മളിപ്പോ അന്നന്ന് ഉള്ളത് ഇവിടെ കൊണ്ടുവന്ന് ഇതിപ്പോ ഇങ്ങനെ വച്ചിരിക്കുന്നതുകൊണ്ട് ചാക്ക് ചരിഞ്ഞൊന്നും കമന്നൊന്നും വീട്ടിൽ, അതിന് വേണ്ടിയാണ് ഇതുപോലൊരു പാട്ട ഇങ്ങനെ ചെയ്ത് നമ്മൾ വച്ചേക്കണം. ഇതിപ്പോ നമ്മള് ഇതിനെ കെട്ടി ഒന്നി നമ്മുടെ റബ്ബർ വിള നമുക്ക് റബ്ബറുണ്ട്, റബ്ബർ വിളയെ കൊണ്ടിടും. ഇല്ലാത്ത പക്ഷെ പുൽകൃഷിക്ക് കൊണ്ടിടും. ഇതിപ്പോ എന്നും നമുക്കിപ്പോ ആക്റ്റീവിടെ ഫ്രണ്ടിൽ ഈ ചാക്ക് വെച്ചിട്ടാണ്, എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ചെറിയൊരു ടിന്നുണ്ടേ, കാണിച്ചു തരാം. ഇതുപോലത്തെ ഈ ടിന്നോടെ വെച്ചതിന് ഇത് കെട്ടി നമ്മളിപ്പോ പുൽകൃഷിക്കോ റബ്ബറിനോ കൊണ്ടിടും. ഇതിപ്പോ എന്നും പറ്റണമെന്നില്ലല്ലോ. എന്തായാലും നമുക്ക് പറ്റുന്ന ദിവസം നമ്മൾ മാക്സിമം ആക്റ്റീവിടെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകാറ് തന്നെയാണ് പതിവ്. ഇല്ലാത്ത പക്ഷം നമ്മൾ ഈ ചാക്കിന് ചാണകം നിടുമ്പോൾ തയ്ക്കും. എന്ന് വെച്ചാൽ ഈ നാരിട്ട് ഈ വേറെ പോലത്തെ ഇതുപോലത്തെ സൂചി ഉപയോഗിച്ച് നമ്മൾ തയ്ക്കും. തച്ചിട്ട് ഇത് ഫ്രണ്ടിൽ നമ്മൾ ഒരു സ്ഥലത്തുകൊണ്ട് സൂക്ഷിക്കും. എന്നുവെച്ചാൽ ഒരുപാട് ദിവസത്തേക്കൊന്നും അല്ല, പുല്ല് വെട്ടാൻ എന്തായാലും ഒരു വണ്ടി വരുമല്ലോ, ആ വണ്ടിയിൽ ഈ ചാണകം നമ്മൾ കയറ്റി വിടും. കയറ്റി അവിടെ കൊണ്ട് ഇറക്കുന്നതാണ് പതിവ്. പക്ഷെ ഇതുപോലത്തെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ചാണകം ആ വണ്ടിയിൽ അധികം ഔട്ട് ആവുമെന്ന് പേടിക്കുന്ന വരുന്ന ആവരും. ഇപ്പൊ നമ്മുടെ ഈ വണ്ടി കൊണ്ട് വരുന്ന ആർക്കും ബുദ്ധിമുട്ട് കാണില്ല ഈ ചാണകം കയറ്റാനായിട്ട്. പിന്നെ ചാണകമായിട്ട് കയറ്റുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇത് കഴുകാനും. ഇങ്ങനെ നമ്മളിപ്പോ ബാഗിൽ കെട്ടി പാക്ക് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ടൊരു മെത്തേഡാണ്. പിന്നെ നമുക്ക് ചാണകം ഉണക്കി സൂക്ഷിക്കാം, അത് നല്ലൊരു മെത്തേഡ് തന്നെയാണ് വിൽക്കാനായിട്ട്. ഇപ്പൊ വേറൊരു മെത്തേഡ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ ചാണകം ഉണക്കും തീ കത്തിക്കാനായിട്ട്. ചാണക വരലിയായിട്ട് നമ്മളിവിടെ തീ കത്തിക്കാനായിട്ട് ചാണക വരൽ ഉണക്കി സൂക്ഷിക്കും. അങ്ങനെയൊക്കെ സൂക്ഷിക്കാം. വീട്ടില് ചാണകം ഇങ്ങനെ കുന്നുകൂട്ടി ഇടുന്നത് അത്ര നല്ലതല്ല. അത് മാറ്റാനടുത്ത് പ്രത്യേക ആളുകളെ കണ്ടെത്തണം. ഇനി ആളെ കണ്ടെത്തില്ലെങ്കിൽ നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തണം അത് ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പോ നമ്മളിവിടുത്തെ പശുക്കളൊക്കെ പുറത്തുകൊണ്ട് ഇട്ടിരിക്കുന്നത് കാരണം ഒരു നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പശുക്കളെയൊക്കെ ഇവിടെ പുറത്തുകൊണ്ട് കെട്ടിയിരിക്കുകയാണ് തണലുള്ള അടുത്തോട്ട്. എന്നും കാണുന്നവർക്കറിയാം നമ്മുടെ ഫാമില് കുറച്ചും കൂടെ പശുക്കളുണ്ട്. കുറച്ച് പശുക്കള് പുറത്ത് നിപ്പുണ്ട്, ചെന പശുക്കളൊക്കെ. അപ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാരും ചെയ്തു നോക്കുക. നമുക്ക് ഡയറി ഫാമിൽ ലാഭകരം തന്നെയാണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഡയറി ഫാമിൽ ലാഭകരം തന്നെയാണ്. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 15 പശുക്കളെയൊക്കെ വാങ്ങി നമുക്ക് കൊണ്ട് കറവയുടെ കാര്യമാണ്.
കറവയുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പാഴായി പോകും. കാരണം ഒന്നീ ഈ 15 പശുക്കൾ വളർത്തുന്ന ഒരാൾ കറവ അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് എല്ലാവർക്കും, അമ്മയ്ക്കായാലും എനിക്കായാലും എന്റെ അനിയനായാലും ഈ കുഞ്ഞ് ആദിക്കുട്ടനായാൽ പോലും ഇവിടെ എല്ലാവർക്കും കറവ അറിയാം. അത് മാത്രമല്ല നമ്മളെ വീട്ടിൽ കറവ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ കറവ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ലാഭകരമാക്കാം. ഇപ്പൊ കറവ മെഷീൻ വാങ്ങിക്കുമ്പോൾ ഇപ്പം എല്ലാവരും മനസ്സു കറവ മെഷീനൊക്കെ എന്തോരം പൈസയാവും എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ അതിന് ഉപരിയായിട്ട് നമ്മളിപ്പോ ഇവിടെയൊക്കെ ഒരു മാസത്തെ ഒരു പശുവിന്റെ കറക്കാനുള്ള കാശെന്ന് പറയുന്നത് 1500 രൂപയാണ്. അങ്ങനെ ഇപ്പൊ 15 പശുക്കളുണ്ട്. 15 പശുക്കൾക്ക് ഒരു മാസം തന്നെ 25,000 രൂപയാണ് ചെലവ്. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു കറവ മെഷീൻ ലാഭകരം തന്നെയാണ്. ഈ മാസം 25,000 രൂപ ആകുന്നത് നോക്കുമ്പോൾ ഒരു കറവ മെഷീൻ എന്തായാലും ലാഭകരം തന്നെയാണ്. നമ്മളിവിടെ ഈ കറവ മെഷീൻ, നമ്മുടെ കറവ മെഷീൻ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കറവ മെഷീൻ. ഏകദേശം ആദ്യമേ നമുക്ക് കറവ മെഷീൻ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ എല്ലാവരും കൈക്കറവ തന്നെയായിരുന്നു. പിന്നീടാണ് നമ്മൾ കറവ മെഷീനൊക്കെ വാങ്ങിയത്. അപ്പോൾ എന്തായാലും പശു ഇങ്ങനെ ആദ്യം എന്തായാലും ഒരു പശു ആയിരിക്കുമല്ലോ എല്ലാവരും തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. നമ്മൾ പശുവിനെ കുറിച്ച് അറിയുക, അവരുടെ ആഹാര രീതി, അവരുടെ അസുഖം വരുന്ന രീതി, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തുടങ്ങുന്ന ലാഭം. പിന്നെ ഒരു കാര്യം, പുറത്തുനിന്നൊരു കറവക്കാരൻ വരുമ്പോൾ പുറത്തുള്ള പശുക്കളുടെ അസുഖവും കൂടെ നമ്മുടെ ഫാമിലേക്ക് പകരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതും നമ്മൾ ഒന്ന് കെയർ ചെയ്യണം. പുറത്തുനിന്നുള്ള കറവക്കാരനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലെ നമ്മുടെ കറവ മെഷീൻ നമ്മളെ വീട്ടിലുള്ളവരാണ് കറക്കുന്നതെങ്കിൽ അതുകൊണ്ടും ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയും നമുക്ക് സേവ് ചെയ്യാം. ഈ കറവയുടെ കാര്യത്തിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള കറവ അല്ലെങ്കിൽ കറവ മെഷീൻ ഇങ്ങനൊരു രീതിയിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്കും ചെയ്യാവുന്ന ഒരു ജോലിയാണ്. അങ്ങ് എന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ പോലും തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണിത്. അതായത് ബിടെക് പഠിച്ചവർ, എംടെക് പഠിച്ചവരൊക്കെ ഈ ജോബ് ഇപ്പൊ ചെയ്യണുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഊർജ്ജസ്വലതയോടെ ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ തന്നെയാണ് ഡയറി ഫാമിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. ഇങ്ങനെയൊക്കെ നമുക്ക് ഡയറി ഫാമിംഗ് ലാഭകരമായിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനല് നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഇവിടെ ആദിക്കുട്ട കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല, വൃത്തിയാക്കിയിട്ട സ്ഥലം തന്നെയാണ്. ഇവിടെ വൃത്തിയിടൊന്നുമില്ല. ഇവിടെ കഴുകി പാടെ പശുക്കളെയൊക്കെ പുറത്തു കൊണ്ടുപോയായിരുന്നു. പിന്നെ ഭയങ്കര ചൂടൊക്കെ ഇല്ല. അപ്പൊ അവൻ ഇവിടെ കിടക്കുന്നത് സുഖമെന്നാണ് അവൻ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും